ഗഗനചാരിയുടെ അതേ സമയത്ത് കൽക്കിയും വന്നത് ഇങ്ങനെ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ ആ കോയിൻസിഡൻസ് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റി. അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമ എത്രത്തോളം മികച്ചതാവാം, അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാൻവാസിൽ അതേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതേ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യമാണ് എന്ന് ഗഗനചാരിയും തെളിയിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതുവരെ ഷൂട്ട് ചെയ്ത റഷ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അജിത് വിനായക പ്രൊഡക്ഷൻസിലെ ആ ടീം കണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഓക്കെ, അടുത്ത ഷെഡ്യൂളിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് അനുവദിച്ച് തന്നിരിക്കുന്നു, നിങ്ങൾ എക്സ്റ്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യൂ എന്നുള്ളൊരു ഗോ സിഗ്നൽ കിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ CG ഹെവി ആയിട്ടുള്ള കുറേ നല്ല വിഷ്വൽസ് എല്ലാം സിനിമയിൽ കയറിയത് അങ്ങനെയാണ്. അമ്മാവൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം എനിക്കൊന്ന് പുള്ളി തുടക്കത്തിൽ ഈ ഇരകൾക്ക് വേണ്ടി പുള്ളിയെ KG ജോർജ് സാർ അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പൂപ്പന് ഒട്ടും താല്പര്യമില്ല. അധികന്മാരും പുറത്ത് കണ്ടിട്ടില്ലാത്ത പുള്ളിയുടെ ഒരു നേച്ചറുണ്ട്. വളരെ ഈ വിക്ടറിനെ പോലെ തന്നെ വളരെ ജോവിയലായിട്ടും വളരെ ലൂസായിട്ടുമുള്ള, അത് അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടുള്ള ആളുകളോട് അദ്ദേഹം പെരുമാറുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു എസെൻസ് ഒന്ന് കൊണ്ടുവരണം എന്ന് തോന്നി. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ ദാസപ്പൻ ഇന്നൊരു 50 വയസ്സുകാരനായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത അതിൽ നിന്ന് എക്സ്പാൻഡ് ആയതാണ്. മലയാളത്തിൽ പുതിയ പരീക്ഷണമായി എത്തി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഗഗനചാരിയുടെ തിരക്കഥാകൃത്ത് ശിവസായിയാണ് റൈറ്റ് നൗവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. നമസ്കാരം. ശിവ, ഗഗനചാരി ഇപ്പം സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് പോലും ഞാൻ അടക്കമുള്ള പ്രേക്ഷകർ ഈ ഒരു സിനിമയെ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ എടുക്കുക എന്നുള്ളൊരു സംശയത്തോടു കൂടി ഇതാക്കിയിട്ടുണ്ട്. കാരണം ഒന്ന് മോക്യുമെൻ്ററി ആയിട്ടാണ് വരുന്നത്, രണ്ട് അതിൽ 2040-50കളിലെ കേരളം അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു സാധനം, മലയാളത്തിൽ ഇന്ന് വരെ പരിചയമില്ലാത്ത ഒരു ഭൂമികയിലേക്ക് ഒരു സിനിമ വരുന്നു എന്നുള്ള സാധനം. പക്ഷേ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ആളുകൾ അത് ഏറ്റെടുക്കുന്നു. നമ്മൾ വിചാരിച്ചൊരു ഓഡിയൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള ഓഡിയൻസ്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഫാമിലി ഏറ്റെടുക്കുന്നു, ഒരുപാട് ആളുകൾ കാണുന്നു, അവർക്കെല്ലാം ഇത് കണക്റ്റ് ആവുന്നു. ശരിക്കും ഈ പടം ഇങ്ങനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒട്ടും വിചാരിച്ചിരുന്നത് അതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ഇപ്പോൾ അശ്വിൻ പറഞ്ഞ പോലെ ഈ ഒരു നീഷ് ഓഡിയൻസ് നമ്മുടെ ഈ മൂവിക്കുണ്ട്. ഇന്ന പ്രായത്തിനിടയിൽ വരുന്ന സയൻസ് ഫിക്ഷൻ എന്നുള്ളൊരു ജോണർ ആസ്വദിക്കുന്ന ഒരു ചെറിയൊരു ഡെമോഗ്രാഫിക്. അവർക്കപ്പുറം ഒരു ഓഡിയൻസിൻ്റെ അടുത്തോട്ട് ഇത് എത്തും എന്നുള്ളതിനുപരി അവരിത് കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എന്നെയും സംവിധായകനെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് അതുണ്ടായിരിക്കുന്നത്. പിന്നെ മറ്റൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഡിയൻസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു നീഷ് ഓഡിയൻസ് വലുതായി എന്നുള്ളതാണ്. അവർ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വലുതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പീൽബർഗിൻ്റെയൊക്കെ ET, ജുറാസിക് പാർക്ക് ഇതെല്ലാം കണ്ട് വളർന്ന ഒരു തലമുറ ഇന്ന് ഫുള്ളി ഫ്ലെഡ്ജ്ഡ് അഡൽട്ട്സ് ആണ്. അവരെല്ലാം പ്രായപൂർത്തികളാണ്. അപ്പോൾ അവർ എന്തായാലും കുടുംബങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫൊക്കെ ജീവിക്കുന്ന ഒരു വലിയൊരു കൂട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജോണർ അവർക്ക് കംപ്ലീറ്റ്ലി അൺഫെമിലിയർ അല്ല, അവർക്ക് പരിചയമുള്ളൊരു ജോണർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനപ്പുറത്തോട്ട് ഒരു ഓഡിയൻസിലോട്ടും ഈ സിനിമ എത്തി എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്ക്, നല്ലൊരു സർപ്രൈസ് തന്നെയാണ്, പ്ലസൻറ്റ് സർപ്രൈസ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? ഗഗനചാരി ഇങ്ങനൊരു പടം എടുക്കാം, അതൊരു സിനിമയാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വരുന്നത്? നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു കൺസെപ്ഷൻ തുടങ്ങുന്നത് 2020 കോവിഡിൻ്റെ ഇടയിൽ തന്നെയാണ്, പാൻഡമിക്കിൻ്റെ ഇടയിൽ തന്നെയാണ്. ആദ്യത്തെ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ ഞാനും ഡയറക്ടർ അരുൺ ചന്തുവും കൂടെ നമ്മൾ ആക്ച്വലി മറ്റൊരു പ്രോജക്റ്റ്, അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്ത മണിയൻ ചിറ്റപ്പൻ എന്നുള്ള പ്രോജക്റ്റാണ് നമ്മൾ ആദ്യം എഴുതാൻ തുടങ്ങിയത് തന്നെ. അന്ന് അതൊരു ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കാൻ നോക്കിയൊരു സബ്ജക്റ്റായിരുന്നു. പക്ഷെ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വലിയൊരു സിനിമയായി മാറി. അപ്പോൾ നമ്മൾ തൽക്കാലം അത് തൽക്കാലത്തേക്ക് നമുക്കത് ചെയ്യേണ്ട, ഇനി മറ്റൊരു പ്രോജക്റ്റിൽ ഫോക്കസ് ചെയ്യാം എന്നിരിക്കുന്നൊരു സമയത്താണ് എൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ടൈം കൊളാബറേറ്ററും ഫ്രണ്ടുമായ അജു വർഗീസ്, എൻ്റെ ഒരു മെൻറ്റോറിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നതാണ് അദ്ദേഹത്തിന്. അപ്പോൾ അജുവേട്ടൻ ഈ കോവിഡ് സമയത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പം OTT എന്നുള്ളൊരു പുതിയൊരു ഇത് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് സിനിമകൾക്ക്. അവിടെ പരീക്ഷണ സിനിമകളും എല്ലാതരം സിനിമകളും എടുക്കും. അപ്പോൾ ഒരു OTTക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ്, അതായത് വളരെ ചുരുങ്ങിയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പിൽ പരിമിതമായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് കഥാപാത്രങ്ങളെ വെച്ചൊരു സാധനം ട്രൈ ചെയ്തൂടെ എന്നുള്ളൊരു സജഷൻ വന്നു. അപ്പോൾ അജുവേട്ടൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അജുവേട്ടൻ
ഇങ്ങനെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തു. അതായത് ഇങ്ങനൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും അരുൺ ചേട്ടനും കൂടെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു സജഷൻ മാനിച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ചു, ഓക്കെ ഒരു OTT ഓഡിയൻസിന് എന്തായിരിക്കും കറക്റ്റ് ആവുക. അപ്പോൾ ഇപ്പം CU സോണൊക്കെ ആ ഒരു സമയം അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ലൊരു റിവ്യൂസൊക്കെ കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ നമുക്ക് ഒരു ഹൊറർ ജോണറിൽ ആദ്യം ഒന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 3 പേര് ഒരു ബിൽഡിങ്ങിനകത്ത് അകപ്പെട്ടിരിക്കുന്നു, പുറത്ത് മുഴുവൻ അന്യഗ്രഹ ജീവികൾ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആദ്യം. പക്ഷേ എനിക്കും അരുൺ ചേട്ടനും ഈ ഒരു ജോണറിനെ കുറിച്ച് വലിയ ധാരണയില്ല. നമ്മൾ രണ്ടുപേരും ഇത് ആസ്വദിക്കുന്നില്ല ഈ ജോണർ. ക്വയറ്റ് പ്ലേസ് എന്നുള്ള സിനിമയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ആദ്യം എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് നമ്മളതിരുന്ന് കണ്ടിട്ടും നമുക്ക് ഓക്കെ ഇത് അങ്ങോട്ട് ഒരു എൻജോയ് ചെയ്യുന്നില്ല ആ പ്രോസസ്സ്. 1-2 സീനുകൾ നമ്മൾ എഴുതുകയും ചെയ്തു, പക്ഷേ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ രണ്ടുപേരുടെയും ഒരു പ്രോപ്പർ ഇൻപുട്ട് ഇതിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജുവേട്ടൻ ഈ ഒരു മറ്റൊരു സജഷനായിട്ട് വരുന്നത്. നിങ്ങളെന്ന് ഇതൊരു കോമഡി പോലൊരു സാധനം നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടെ. അതായത് കിലുക്കം പോലൊരു സിനിമ, അതായത് കിലുക്കം പോലൊരു സാഹചര്യം, ഒരു 3 ആണുങ്ങൾ അല്ലെങ്കിൽ 2 ആണുങ്ങൾ, അവർക്കിടയിൽ ഒരു പെൺകുട്ടി വരുന്നു, ഈ പെൺകുട്ടിക്ക് പകരം ഒരു ഏലിയൻ ആയിക്കൂടെ എന്നുള്ളൊരു ഐഡിയ പുള്ളി ഇങ്ങനെ വളരെ വേഗമായിട്ടും റാൻഡമായിട്ടും സജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിലെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് നമ്മൾ എഴുതി തുടങ്ങുമായിരുന്നു. അവിടെ നിന്ന് എഴുതാൻ നേരത്ത് ഈ ക്യാരക്ടേഴ്സ് ഇത്രയും ഫ്ലഷ്ഡ് ഔട്ട് ഒന്നും അല്ലായിരുന്നു. ഒരു ബേസിക് സെറ്റപ്പും ഫുൾ സിനിമയും ഇൻറ്റീരിയറിനകത്ത് തന്നെ തീർക്കാം എന്നുള്ളൊരു OTT ഫോർമാറ്റിന് വേണ്ടി തന്നെ, ആ ഒരു ടെംപ്ലേറ്റിന് വേണ്ടി തന്നെ തയ്യാറാക്കിയതായിരുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റ്. പിന്നെ അതിൽ നിന്ന് ഒരുപാട് മാറി, ഷൂട്ടിനോട് അടുത്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് അതിൽ നിന്ന് മാറി, പുതിയ കുറച്ച് കഥാപാത്രങ്ങളും കയറി. ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആക്ച്വലി ഈ സിനിമയിൽ. കാരണം അത് ലിമിറ്റഡ് ബഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്ക് കോവിഡ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആക്ച്വലി ഇതിൻ്റെ ഷൂട്ട് നിന്ന് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂളിൽ ഒരു കോവിഡ് ഔട്ട് ബ്രേക്ക് വന്ന് സെറ്റിൽ എല്ലാവർക്കും കോവിഡായി, എനിക്കുൾപ്പെടെ കോവിഡ് വന്ന് ആ ഒരു ഷൂട്ട് നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതുവരെ ഷൂട്ട് ചെയ്ത റഷ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അജിത് വിനായക പ്രൊഡക്ഷൻസിലെ ആ ടീം കണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, ഓക്കെ അടുത്ത ഷെഡ്യൂളിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് അനുവദിച്ച് തന്നിരിക്കുന്നു, നിങ്ങൾ എക്സ്റ്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യൂ എന്നുള്ളൊരു ഗോ സിഗ്നൽ കിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ CG ഹെവി ആയിട്ടുള്ള കുറേ നല്ല വിഷ്വൽസ് എല്ലാം സിനിമയിൽ കയറിയത് അങ്ങനെയാണ്. അപ്പോൾ അതിന് ആക്ച്വലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഭയങ്കര കടപ്പാടുണ്ട്. അവർക്ക് ആ ഒരു കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ് പിന്നീട് ഈ സിനിമ വലുതാവാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് തന്നെയാണ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് വിക്ടർ, KB ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ള ഇതാണ്. ശിവസായിക്ക് കുറച്ച് പേഴ്സണലി ബന്ധം കൂടിയുണ്ട് ഓഡിയൻസിന്. അത് അതെ, അമ്മാവനാണ്. സോ അമ്മാവന് കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല സമ്മാനം കൂടിയാണ് ഈ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും വർഷത്തെ കുറേ ക്യാരക്ടർ നോക്കുന്നതിനും കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇരകളിലെ ക്യാരക്ടർ ആയാലും മനുഷ്യത്തായുള്ള ക്യാരക്ടർ ആയാലും അതേപോലെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പം വിക്ടർ എന്ന് പറയുന്നത്. സോ ഈ ക്യാരക്ടറിലേക്ക് ഗണേഷ് കുമാറിനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? പുള്ളി ഇതിലേക്ക് വരുന്നത് അഗൈൻ അരുൺ ചേട്ടൻ്റെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സാജൻ ബേക്കറി എന്നുള്ള സിനിമയിൽ പുള്ളി ഒരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിനിമ തൊട്ടേ ഉള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഞാൻ അരുൺ ചേട്ടനെ മീറ്റ് ചെയ്യുന്നതും ഈ സാജൻ ബേക്കറിയുടെ സെറ്റിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തമ്മിലുള്ളൊരു കൊളാബറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു ട്രേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫ്ലഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചു, നമുക്ക് ഇത് ഒന്ന് ഗണേഷ് സാറിനെ കേൾപ്പിച്ചൂടെ എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഈ ഒരു ക്യാരക്ടറിന് അത് ഓക്കെ ആണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? പുള്ളി പറഞ്ഞു തീർച്ചയായിട്ടും. കാരണം അധികം ആരും പുറത്ത് കണ്ടിട്ടില്ലാത്ത പുള്ളിയുടെ ഒരു നേച്ചറുണ്ട്. വളരെ ഈ വിക്ടറിനെ പോലെ തന്നെ വളരെ ജോവിയലായിട്ടും വളരെ ലൂസായിട്ടുമുള്ള, അത് അദ്ദേഹത്തിന് ഏറ്റവും കംഫർട്ടുള്ള ആളുകളോട് അദ്ദേഹം പെരുമാറുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു എസെൻസ് ഒന്ന് കൊണ്ടുവരണം എന്ന് തോന്നി. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ ദാസപ്പൻ ഇന്നൊരു 50 വയസ്സുകാരനായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത അതിൽ നിന്ന് എക്സ്പാൻഡ് ആയതാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെ നമ്മൾ ഈ കഥ പോയി കേൾപ്പിക്കുന്നത്. പുള്ളി കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സാധനമാണ്. പുള്ളി പിന്നെ കുറച്ച് സജഷൻസ് പുള്ളിയും പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് വിക്ടർ എന്നുള്ള ക്യാരക്ടർ അദ്ദേഹം ചെയ്യുന്ന ഒരു പോയിന്റ് എത്തുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പം 2018 സിനിമയിലേക്ക് ശിവസായി വരുന്നത്. അത് പ്രിയദർശൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. സോ എങ്ങനെയാണ് സിനിമയിലേക്ക് വരാം എന്നുള്ള സാധനം വരുന്നത്? ഇപ്പം ശിവസായിയുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരുള്ള ഒരു വലിയ ഫാമിലി, കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു ഫാമിലിയാണ്. എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാർ മാത്രമാണ് സിനിമയിലുള്ള സാധനം. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഓക്കെ എനിക്ക് സിനിമയാണ് താല്പര്യം, സിനിമയിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? സിനിമയിലുള്ള താല്പര്യം എനിക്ക് തോന്നുന്നു അത് ചെറുപ്പത്തിലേ ഉണ്ടായത് തന്നെ ഈ
പറഞ്ഞ പോലെ ഗണേഷ് കുമാർ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു പ്രസൻസ് തന്നെയാണ് വലിയൊരു ഇൻഫ്ലുവൻസ്. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു എനിക്കൊരു 6 വയസ്സൊക്കെ ഉള്ള സമയത്ത് പുള്ളി സീരിയലൊക്കെ സമയം എന്നാണെന്ന് തോന്നുന്നു സീരിയലിൻ്റെ പേര്. ആ സമയത്ത് പുള്ളിയും നമ്മുടെ അശോകേട്ടനൊക്കെ അഭിനയിച്ച ഒരു സീരിയലാണ്. അപ്പം അതിൻ്റെ ഷൂട്ട് ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം പുള്ളി ഒട്ടുമിക്ക എല്ലാ വീക്കെൻഡ്സും നമ്മൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ എന്നെയും കൊണ്ട് ഈ ഷൂട്ടിങ് കാണാൻ പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഇതേപോലത്തെ ഇപ്പോൾ ഈ സ്റ്റുഡിയോയിൽ കാണുന്ന പോലത്തെ ക്യാമറ ലൈറ്റ്സ് സെറ്റപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആകർഷണം അതിനോട് തോന്നി, ഒരു പ്രത്യേകതരം ഒരു ഇൻട്രസ്റ്റും. അത് കണ്ടപ്പോൾ തന്നെ അന്ന് ഓക്കെ, ഇത് നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പുള്ളി വീണ്ടും അഭിനയിച്ചൊരു സീരിയലിൽ, അതായത് വിക്രമാദിത്യൻ സീരിയൽ, ഏഷ്യാനെറ്റിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള സീരിയലായിരുന്നു. അതിൽ പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഷൂട്ടിങ് കാണാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡയറക്റ്റ് ചെയ്ത TS സുരേഷ് ബാബു സാറായിരുന്നു, നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനൊക്കെ ചെയ്ത ലെജൻഡറി ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെ നോക്കി കിടക്കുന്ന സമയത്ത് എന്നെ കണ്ടപ്പോഴത്തേക്കും ഓക്കെ, ഇവനെ ഒരു എപ്പിസോഡിൽ അഭിനയിക്കാൻ വിട്ടുതരുമോ എന്ന് ചോദിച്ചു. ഗണേശൻ വിട്ടുതരാൻ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുമോ. അങ്ങനെ എൻ്റെ പേരൻസിനോട് ചോദിച്ച് അവർ സമ്മതിക്കുകയും അങ്ങനെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് 1-2 എപ്പിസോഡ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നും ഷൂട്ടിംഗ് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നി എനിക്ക് ആ ഒരു സെറ്റപ്പിൽ തന്നെ. അതായത് നമ്മൾ വരുന്നു, കോസ്റ്റ്യൂം കൊണ്ടിരിക്കുന്നു, അവിടെ ഈ ഒരു ക്യാമറയും സെറ്റപ്പിനകത്ത് ഒരു കംപ്ലീറ്റ്ലി മറ്റൊരു ലോകം തന്നെ ഉണ്ടാവുകയാണ്. ക്യാമറ കട്ട് പറയുമ്പോൾ ദെൻ വി ആർ ബാക്ക് ടു നോർമൽ ലൈഫ് എന്നുള്ള, അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രീഗിങ് ആയിട്ട് തോന്നിയ സാധനങ്ങളാണ്. അപ്പോൾ സിനിമയിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങനെ ഇതുപോലത്തെ 1-2 ഇൻസിഡൻസുകളാണ് സിനിമയിലേക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മാവൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം എനിക്കൊന്ന് പുള്ളി തുടക്കത്തിൽ ഈ ഇരകൾക്ക് വേണ്ടി പുള്ളിയെ KG ജോർജ് സാർ അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പൂപ്പന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പുള്ളിയുടെ അച്ഛൻ അപ്പൂപ്പന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പുള്ളി പറഞ്ഞു വേണ്ട, സിനിമയിലൊന്നും പോകണ്ട. അപ്പോൾ ആ ഒരു സമയം പുള്ളിയെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മ, അതായത് പുള്ളിയുടെ സഹോദരി, എൻ്റെ അമ്മയും അച്ഛനുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കടപ്പാടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അതുകൊണ്ടായിരിക്കാം അന്ന് അവർ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പുള്ളിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പുള്ളി എന്നെ വേണ്ട, സിനിമയിലൊന്നും പോകണ്ട എന്നൊന്നും പറഞ്ഞില്ല. പ്രൂവ് ചെയ്ത് കാണിക്കണം, തീർച്ചയായിട്ടും എനിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാനേ പറ്റൂ, ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലാണ്. അപ്പം അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം പ്രിയദർശൻ്റെ അടുത്താണ് അസിസ്റ്റൻ്റ് ആയിട്ട് ചേരുന്നത്? അപ്പം മലയാളത്തിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് പ്രിയദർശൻ എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് അതിൻ്റെ ഓണസ്റ്റ് ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹമായിട്ടുള്ളൊരു നമ്മുടെ ഫാമിലിയുടെ ഒരു ആത്മബന്ധം തന്നെയാണ്. വളരെ അദ്ദേഹം അതായത് പൂച്ചക്കരി മൂക്കുത്തി ചെയ്യുന്ന സമയം തൊട്ട് തന്നെ അമ്മാവനുമായിട്ടൊക്കെ വളരെ അടുത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫാദറും എൻ്റെ അപ്പൂപ്പനും ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അടുപ്പം, വർഷങ്ങളായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആസ് ഒരു അസ്പയറിംഗ് ഫിലിം മേക്കർ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുകയും എൻ്റെ ഈ ടോപ്പ് 5 ഫേവററ്റ് ഫിലിം മേക്കേഴ്സിൽ ഉള്ള ഒരാളുമാണ് പ്രിയൻ സാർ. അപ്പോൾ എനിക്കത് തീർച്ചയായിട്ടും ഞാൻ തന്നെ എനിക്കിങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ലൈക്ക് ഇദ്ദേഹത്തിനടുത്ത് എത്താനുള്ളൊരു സൗകര്യവുമുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തിന് അത്രത്തോളം റെസ്പെക്റ്റും അത്രത്തോളം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനുമായതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ആരാധകനും കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി, എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊരു അവസരം എന്തെങ്കിലും രീതിയിൽ കിട്ടുമോ എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കി. അപ്പം അങ്ങനെയാണ് സാറിൻ്റെ കൂടെ കയറുന്നത്. ഏത് പടത്തിലേക്ക്? മരക്കാറിലായിരുന്നു. മരക്കാറിൽ 2018. ഞാൻ ആക്ച്വലി അതിന് പുള്ളി വിളിക്കുമെന്ന് വിചാരിച്ചില്ല, കാരണം അത് വലിയൊരു മൂവിയാണ്. ഓബിയസ്ലി അത് ഒരു ഫസ്റ്റ് ടൈമറിനായിട്ട് AD ആയിട്ട് എന്നെ വെക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ പുള്ളി ഓക്കെ എന്നാൽ കുഞ്ഞാലി മരക്കാറ് തുടങ്ങുന്നുണ്ട് ഡിസംബറിന്, അപ്പം അവനെന്നാൽ അതിന് കയറട്ടെ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഞെട്ടിപ്പോയി, കാരണം വലിയൊരു പ്രോജക്റ്റാണല്ലോ. അപ്പം ആ മൂവി സത്യം പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സ് ആയിരുന്നു എനിക്ക്. ഒരു 3 മാസത്തോളം 104 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ആ 104 ദിവസം, അതായത് നമ്മളിപ്പം എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ തോടാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരവസ്ഥയായിരുന്നു ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം അത്രയും വലിയ, മലയാള സിനിമ സംബന്ധിച്ച് തന്നെ വലിയൊരു പടമായിരുന്നു. ഏറ്റവും അന്ന് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. അപ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് പഠിക്കാൻ മാത്രമായി ചെന്നെത്തിയ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷെ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 5-6 പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരു 3 മാസം കൊണ്ട് കിട്ടിയെന്ന് തന്നെ പറയാം. പിന്നെ അതിൽ നിന്ന് നേരെ ഗഗൻചാരിയിലേക്കാണ് വരുന്നത്. അതായത് 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന സിനിമകളാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു 4-1 ബഡ്ജറ്റ് പോലും ഇല്ലാത്തൊരു ചെറിയൊരു മൂവിയിലോട്ടുമാണ് വരുന്നത്. അപ്പോൾ ഈ 2 എക്സ്ട്രീമുകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റി. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം ഇങ്ങനെ
താങ്കൾ തന്നെ പറഞ്ഞു, താങ്കളുടെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു. അച്ഛൻ ഒരു സിവിൽ സർവീസ് അങ്ങനെ ഒരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെ.ബി. ഗണേഷ് കുമാർ ഉണ്ട്, പിന്നെ ഒരു രാഷ്ട്രീയ ഫാമിലിയാണ്. സോ അങ്ങനെ ആരും ചോദിച്ചില്ലേ സിനിമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുന്നതിന് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ലേ, അതല്ലെങ്കിൽ ഇതേപോലെ ഒരു സിവിൽ സർവീസ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ലേ? സിവിൽ സർവീസിൻ്റെ ലൈക്ക് കുടുംബത്തിൽ നിന്ന് അങ്ങനെ ആരും പ്രഷർ ചെയ്തിട്ടില്ല. പക്ഷേ പുറത്തുനിന്നുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ അച്ഛനെ പോലെ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്തൂടെ. രാഷ്ട്രീയം ആദ്യം മുതലേ അപ്പൂപ്പന് ഭയങ്കര എതിർപ്പായിരുന്നു. പുള്ളി പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വേണ്ട രാഷ്ട്രീയം ഇതോടെ നിൽക്കട്ടെ, നിൻ്റെ അമ്മാവനോടെ രാഷ്ട്രീയം ഈ കുടുംബത്തിൽ നിൽക്കട്ടെ, ഇനി വേറെ ആരും അതിലോട്ട് പോകണ്ട എന്ന് പുള്ളി പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹത്തെ മാനിക്കുകയും പിന്നെ പേഴ്സണലി എനിക്കും ഒരു താല്പര്യമില്ല, ഞാൻ സിനിമ എന്നുള്ളൊരു താല്പര്യം തന്നെയാണ്. പിന്നെ സിനിമ തിരഞ്ഞെടുത്തിൻ്റെ പേരിൽ എതിർപ്പ് അവിടെ ഇവിടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെ ക്ലോസ് ഫാമിലി അല്ല പക്ഷേ എക്സ്റ്റെൻഡഡ് ബന്ധുക്കളുടെ നിന്നൊക്കെ എതിർപ്പല്ല, അവരുടെ ഒരു എന്താ പറയുന്ന അവരുടെ ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് അവരുടെ ഒരു ഡിസപ്രൂവൽ ഉണ്ടായിരുന്നു. എന്താ സിനിമയിൽ പോകുന്നതെന്ന് വിചാരിച്ച് അവനിത് വേറെ വല്ല ഫീൽഡിൽ പോയിക്കൂടെ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം. പിന്നെ അവിടെയൊക്കെ സപ്പോർട്ടായിട്ട് എൻ്റെ പേരൻസും അമ്മാവനും നിന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിരുന്നു. ഓക്കെ, നമുക്ക് ഗഗനചാരിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പം ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യുന്നു, ഈ സാധനം എഴുതുന്നു, നിങ്ങൾ പ്രൊഡക്ഷനൊക്കെ ചെയ്തു വരുന്നു. പക്ഷേ എന്നാലും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ OTT റിലീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങൾ കൺസീവ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണിത്, എപ്പോഴാണ് തിയേറ്ററിൽ വർക്കാവും, തിയേറ്ററിൽ ഇറക്കാം എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത് എപ്പോഴാണ്? ഇത് ഇപ്പം അത് ഞാൻ രണ്ട് ഇതായിട്ട് ഉത്തരം തരാം. ഒന്ന്, ഇപ്പം 2024 വരെ വൈകിയതിന് പല സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ CGക്ക് വേണ്ടതായിട്ടുള്ള സമയവും എന്താ എഫേർട്ടും വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ VFX ആർട്ടിസ്റ്റ് മെറാക്കി VFX ഇതിൻ്റെ VFX ചെയ്ത് അവർ ആദ്യമേ ആവശ്യപ്പെട്ടത് സമയമാണ്. ലൈക്ക് നമുക്ക് ഇത്രയും സമയം, ഏതാണ്ട് ഒരു 6 months to 1 year നമുക്ക് ടൈം വേണം ഇതിൻ്റെ CG ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ, പക്കയാക്കാൻ എന്നുള്ളൊരു ആവശ്യം അവരാദ്യമേ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1 വർഷം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഉള്ള സമയങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പോൾ ഈ OTT ക്ലയൻസ് തന്നെ അവരുടെ ഒരു സ്ട്രാറ്റജി മാറ്റി, അങ്ങനെ അല്ലറ ചില്ലറ ടെക്നിക്കലായിട്ടുള്ള മറ്റ് ചില കാരണങ്ങളുണ്ട് സിനിമ വൈകി. അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എനിക്ക് പേഴ്സണലി അറിയത്തില്ല, പക്ഷേ ഞാൻ അസ്യൂം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ഇത് തിയേറ്ററിൽ പിന്നെ ഇറക്കാൻ വരുന്നൊരു തീരുമാനം ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ ജനുവരി നമ്മളൊരു പ്രിവ്യൂ ചെയ്തായിരുന്നു. അത് കേരള പോപ്കോൺ എന്ന് പറഞ്ഞ കോമിക് മന്ത്ര എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് കേരളം അങ്ങിങ്ങോളമുള്ള ഈ കോമിക് ബുക്സ്, ഈ സൂപ്പർ ഹീറോ, സയൻസ് ഫിക്ഷൻ, ഇങ്ങനത്തെ ഒരു കൾച്ചർ, ഈ വക സിനിമകളും ബുക്കുകളും എല്ലാം ആസ്വദിക്കുന്ന അതിൻ്റെ ഒരു ആസ്വാദകരുടെ തന്നെ വലിയൊരു കൂട്ടായ്മയാണ്. അവർ ആദ്യമായിട്ട് നടത്തിയൊരു മേജർ ഇവൻ്റാണ് കേരള പോപ്കോൺ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ അമേരിക്കയിലൊക്കെ നടക്കുന്ന കോമിക് കോണിനെ ആസ്പദമാക്കി അവർ നടത്തിയ അവരുടെ ഒരു വേർഷനാണ്. അപ്പോൾ അതിലൊരു കൺവീനർ, എൻ്റെ ഒരു സുഹൃത്ത് വിനീത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട്, അപ്പം ഗഗനചാരിയുടെ ഒരു പാനൽ, നമുക്ക് ഒരു ഇൻ്റർവ്യൂ പാനൽ മാത്രം മതി, അതിൽ കാസ്റ്റിനെയും ക്രൂവിനെയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊരു റിക്വസ്റ്റ് എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഞാനിത് ഡയറക്ടർ അരുൺ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഫോർവേഡ് ചെയ്തു, ഇങ്ങനൊരു സംഭവമാണ്. അപ്പോൾ പുള്ളി ഇത് നോക്കിയപ്പോൾ പറഞ്ഞു, പുള്ളി ഇത് നമ്മുടെ സിനിമയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് കൃഷാന്ത് ഏട്ടൻ പിന്നെയാണ് വരുന്നത്, ആവാസ വ്യൂഹത്തിൻ്റെ ഒക്കെ ഡയറക്ടർ. അപ്പോൾ കൃഷാന്ത് ഏട്ടനുമായിട്ട് ഇത് കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് ആക്ച്വലി നമ്മുടെ സിനിമയുടെ ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ, ഒരു പ്രിവ്യൂ പോലെ ഈ ഒരു ഇവൻറ്റിൽ വെക്കാം. കാരണം അതിന് പറ്റിയൊരു ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ സിനിമ ആരെ ഫോക്കസ് ചെയ്താണ് ചെയ്തത്, അവർ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇവിടെ ഒരു പ്രിവ്യൂ നടത്തി നോക്കിയാൽ നമുക്കൊരു ധാരണ കിട്ടും എന്ന് പുള്ളിക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു ഒരു. അപ്പോൾ നമ്മൾ അത് പ്രമാണിച്ച് നമ്മൾ ഇവരായിട്ട് ഇൻ ടച്ച് ആയിരുന്നു. നമ്മൾ ഇവരായിട്ട് ഒരുപാട് കോർഡിനേറ്റ് ചെയ്ത് ജനുവരി 4 ആയിരുന്നു തോന്നുന്നു. ജനുവരി 4 നമ്മൾ PVR കൊച്ചി ലുലു PVRൽ നമ്മളൊരു പ്രിവ്യൂ നടത്തി ഗഗനചാരിയുടെ. ഏതാണ്ട് 200ഓളം അറ്റൻഡീസ് ഉണ്ടായിരുന്നു. നമ്മൾ പാസ് ഗിവ് അവേ പോലെ പാസ് കൊടുത്തിട്ട്. അപ്പോൾ ആ ഒരു പ്രിവ്യൂ ഭയങ്കര മികച്ച പ്രതികരണമായിരുന്നു. വന്ന 200 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൈയടിയും ചിരിയും, ഭയങ്കര ഒരു ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് സിനിമയ്ക്ക് ആ ഒരു പ്രിവ്യൂലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്, ഓക്കെ ഇത് തിയേറ്ററിൽ ഇറക്കിയാൽ വർക്കാകും എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത് അപ്പോഴാണ്. പിന്നീട് അതിനെ തുടർന്ന് വനിതാ വിനീത തിയേറ്ററിൽ, എടപ്പള്ളി വനിതാ വിനീതയിൽ മറ്റൊരു പ്രിവ്യൂവും കൂടെ നടത്തി. മീഡിയ സെക്ടറിലുള്ള ഒരുപാട് പേരെയൊക്കെ വിളിച്ച് അവരും ഇതേപോലെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു സിനിമയാണ്.
അപ്പോൾ നമുക്ക് ഇരട്ടി കോൺഫിഡൻസ് ആയി. അപ്പോൾ പിന്നെ ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഇറക്കാം എന്നുള്ളൊരു ഡിസിഷൻ ഫൈനലൈസ് ആവുന്നത് അവിടെയാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ ഇറക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെയാണ് ഗഗനചാരി തിയേറ്റർ ഫിലിമായി മാറുന്നത്. റൈറ്റ് ടൈമിലാണ് ഇറക്കിയെന്നുള്ള ഒരു തീർച്ചയായിട്ടും. കാരണം ഈ ഒരു വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലാണ് 2024 എന്നുള്ളത്. ഇന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ മലയാള സിനിമയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണ്. ജനുവരി മുതലേ തുടങ്ങിയൊരു ഇതാണ്. അപ്പോൾ ആ ഒരു മലയാള സിനിമ ആ ഒരു ഹോട്ട് സ്ട്രീക്ക് നിൽക്കുന്ന സമയം ഈ ഒരു സിനിമ കൊണ്ടിറക്കിയത് എന്തുകൊണ്ടും നല്ലൊരു മൂവായി പോയി എന്നാണ്. അപ്പോൾ അത് സിനിമയെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം വൈകിയത് എന്തുകൊണ്ടും നല്ലതിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഗഗനചാരി വരുന്ന സമയത്ത് തന്നെ ഇതേ ഒരു പ്രെമിസസ് തന്നെ കഥ നടക്കുന്ന മറ്റൊരു പടം കൂടി ഇപ്പം ഹിറ്റായിട്ട് കൽക്കി. രണ്ടിൻ്റെയും കഥകളും മറ്റും യോണറും ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും രണ്ടിൻ്റെ ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭാവിയിലെ സംഭവം എന്നുള്ള. സോ ആ ഒരു കൗതുകം ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരേ സമയം ഇങ്ങനെ ഒരു 2 പടങ്ങൾ വന്നതിൻ്റെ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും വളരെ വളരെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളത് മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററി അല്ല, ലൈക്ക് ലോക സിനിമയുടെ തന്നെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരേ സ്വഭാവമുള്ള 2 സിനിമകൾ ഒരേ സമയത്ത് വരുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗഗനചാരിയുടെ അതേ സമയത്ത് കൽക്കിയും വന്നത് എങ്ങനെ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണ്. പക്ഷേ ആ കോയിൻസിഡൻസ് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റി. അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമ എത്രത്തോളം മികച്ചതാവാം, അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാൻവാസിൽ അതേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതേ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യമാണ് എന്ന് ഗഗനചാരിയും തെളിയിച്ചു. അപ്പോൾ നമുക്കത് ലൈക്ക് ലിമിറ്റേഷൻസ് സിനിമ എന്നുള്ളതിനെക്കുറിച്ച് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ വിഷൻ എന്നുള്ളതൊന്നുണ്ടെങ്കിൽ അവിടെ ലിമിറ്റേഷൻസ് ഇല്ല എന്നുള്ളത് ഈ 2 സിനിമയും തെളിയിച്ചു. അപ്പോൾ അത് നല്ലതാണ്. സയൻസ് ഫിക്ഷൻ എന്നുള്ളൊരു ജോണർ അങ്ങനെ കുറേ കൂടെ ഒന്ന് എന്താ പറയുന്നത് ഇത്തിരി മുഖ്യധാരയിലേക്ക് വരട്ടെ. അത് സത്യം പറഞ്ഞാൽ എന്നെ പോലത്തെ റൈറ്റേഴ്സിനൊക്കെ ഭയങ്കര ഒരു പ്രചോദനമാണ്. ഇപ്പോൾ ഗഗനചാരിയുടെ പ്രിവ്യൂ സമയത്ത് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ ഇത് കാണാൻ വന്ന ചെറുപ്പക്കാർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് ഇങ്ങനൊരു പടം ഇവിടെ ഒരിക്കലും ഞാൻ അതായത് ഇതേപോലെ എഴുത്തുകാരനോ സംവിധായകരോ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ചേട്ടാ എൻ്റെ കയ്യിലുള്ള സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെയുള്ളതാണ്, പക്ഷെ അത് ഇവിടെ വർക്കാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഹോളിവുഡിലോ വല്ലതും പോയി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതിവിടെ ഈ ഒരു സിനിമ ഇത് കണ്ടതോടെ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെയും ഇത് ചെയ്യാൻ പറ്റും എന്ന് ഇപ്പം മനസ്സിലായി. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഈ 2 സിനിമകൾക്കും കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നത് നല്ലതാണ്. ഒരു മ്യൂച്വലി സപ്പോർട്ടിംഗ് ആണ്, മ്യൂച്വലി ബെനിഫിഷ്യൽ ആണത്. ഓക്കെ. അപ്പം ശിവസായിയുടെ റൈറ്റിംഗ് സ്റ്റൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സയൻറ്റിഫിക് കാര്യങ്ങൾ വരുന്നുണ്ട്, ഏലിയം വരുന്നുണ്ട്, സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഓഡിയൻസിന് അതൊരു ബുദ്ധിമുട്ടാവുന്നില്ല. ഇപ്പം ചില സയൻറ്റിഫിക് സിനിമകൾ പറയുന്നത് അതിൻ്റെ ടേമുകൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, എന്നാൽ സയൻസുമായിട്ടൊരു പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സംഭവമില്ല. പറയുന്ന ഏലിയനാണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഓഡിയൻസിന് ഇത് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അറ്റ് ദ സെയിം ടൈം മലയാളികളുടെ കുറേ നൊസ്റ്റാൾജിക് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് അതേപോലെ ഇപ്പം സിനിമകളായാലും അതിൻ്റെ ഒരു പാട്ടുകളായാലും മറ്റു ചില തമാശകൾ സംഭവങ്ങളായാലും ഒക്കെ അതും ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നിങ്ങൾ ആദ്യം തന്നെ ഈ പടം എഴുതുന്ന സമയത്ത് ഓഡിയൻസിന് ഒരിക്കലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നുള്ള തീരുമാനം എടുത്ത് തന്നെ എഴുതിയാണോ, അല്ലെങ്കിൽ ഇവഞ്ച്വലി ഇത് എഴുതി വരുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചതാണോ? ഇപ്പോൾ സിനിമയിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, അതായത് ഒരുപാട് സയൻസ് ഒന്നും നമ്മുടെ മുഖ്യധാര പ്രേക്ഷകർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സെൽഫ് അവെയർ ആയിട്ട് തന്നെയാണ് ഞാനിത് കൺസീവ് ചെയ്യാനും തീരുമാനിച്ചത്. ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന റൈറ്റിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു ബേസിക് എസൻസ് എന്ന് പറയുന്നത് ഹ്യൂമറാണ്. ഈ ഹ്യൂമർ എന്നുള്ളൊരു സാധനം, അതായത് ഇതിൻ്റെ ഒരു പ്രമിസ് എന്ന് ഇപ്പം എൻ്റെ അടുത്ത് ഒറ്റ വരിയിൽ പറഞ്ഞാൽ 2040-കളിൽ ഒരു അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന 3 ബാച്ചിലേഴ്സ്, അവരുടെ ഇടയിൽ ഒരു അന്യഗ്രഹജീവി, ഒരു സ്ത്രീ ആയിട്ടുള്ള അന്യഗ്രഹജീവി വന്ന് പെടുകയാണ്. തുടർന്നുണ്ടാവുന്ന രസകരമായുള്ള സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു കാതലെന്ന് എനിക്ക് വേണമെങ്കിൽ ഒറ്റ വരിയിൽ പറയാം. അപ്പോൾ ആ ഒരു പ്രമിസ് നമുക്ക് സിമ്പിൾഫായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത് സിമ്പിളായിട്ട് എഴുതാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രമിസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമറാണ്. ഈ 3 കഥാപാത്രങ്ങളെ നമ്മൾ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അലൻ ഇങ്ങനത്തെ ഒരാളാണ്, വൈഭവ് ഇങ്ങനത്തെ ആളാണ്, വിക്ടർ ഇങ്ങനത്തെ ആളാണ്. ഇവർ 3 പേരും തമ്മിലുള്ളൊരു കെമിസ്ട്രി എന്താണ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അത് തന്നെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഓട്ടോമാറ്റിക്കലി ഹ്യൂമറസ് ആവുകയാണ്.
അപ്പോൾ പ്രിയൻ സാർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില ഇമോഷൻസ്, അതായത് ഓഡിയൻസിൻ്റെ മനുഷ്യരുടെ ഇപ്പം ജോയ്, സാഡ്നെസ്, ഫിയർ എന്ന് പറയുന്ന ബേസിക് ഇമോഷൻസിനെ തന്നെ നമ്മളൊന്ന് ടാക്കിൾ ചെയ്താൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്താൽ പിന്നെ ആ സബ്ജക്റ്റ് വർക്കായി എന്നാണ്. ഇപ്പോൾ ഈ വർഷം തന്നെ ഇറങ്ങിയ ഏറ്റവും വലിയൊരു ഹിറ്റുകളിലൊന്നാണ് പ്രേമലു. പ്രേമലു ഒരു കോമഡി സിനിമയാണ്, തുടക്കം മുതൽ അവസാനം വരെ കോമഡി സിനിമയാണ്. അപ്പോൾ ചിരിപ്പിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ നമ്മൾ സേഫാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഇങ്ങനത്തെ ഒരു പരീക്ഷണ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ അതൊരു ഈ പറയുന്ന ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓഡിയൻസിലേക്ക് എത്താൻ അതിനെ പ്രേരിപ്പിച്ചത് അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് തന്നെയാണ്. അതിൻ്റെ ഒരു ജോക്സും കഥാപാത്രങ്ങൾ അത് പറയുന്ന രീതി. കാരണം ഈ 3 കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ 2040 മാറ്റി ഇന്ന് 2024 പ്ലേസ് ചെയ്താലും ഇതേപോലെ ഒരു സാധാ വാടക വീട്ടിൽ അവിടുത്തെ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ആ വീടുടമസ്ഥൻ്റെ അടിയിൽ അവരുടെ അഭയാർത്ഥിയായി ജീവിക്കുന്ന 2 പേരെ നമുക്കിപ്പോൾ കാണാം. അയാളെ സൂചിപ്പിച്ച് ജീവിക്കുന്ന ഒരാളും അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ അയാളുടെ അടിയിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന 2 പേര്. ഈ ഒരു ഡൈനാമിക് പുതുമയുള്ളതൊന്നുമല്ല. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, കിലുക്കത്തിൽ ഒരു ഏലിയൻ വന്നതിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഒരു ബേസിക് എക്സ്പോസിഷൻ എന്ന് പറയുന്നൊരു സാധനം, ഈ ഒരു ലോകത്ത് ഇതെന്താണ്, ഈ ഒരു സമൂഹം ഇപ്പോൾ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്യാത്ത രീതിയിൽ ആണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നാലും തീർച്ചയായിട്ടും 1-2 പേര് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ ആളുകൾക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഹ്യൂമറാണ് അതിനെ ഏറ്റവും കൂടുതൽ അതിനെ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, ദ സെയിം ടൈം ഇതിൻ്റെ അകത്ത് സർക്കാസ്റ്റിക്കായിട്ട് ഒരു പൊളിറ്റിക്കൽ ലെയറും കൂടി പറയുന്നുണ്ട്. അജയൻ സേന പറയുന്നുണ്ട് ഭാവിയിലെ ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ള സാധനം കൂടി പറയുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ എലമെൻറ്റും കൂടി അതിൻ്റെ അകത്ത് നിങ്ങൾ കഥ എഴുതി വരുന്ന സമയത്താണോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് തുടക്കത്തിലേ ഉണ്ടായിരുന്നു? അതായത് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റോപ്പിയൻ സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൽക്കിയിൽ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഡൗൺ ട്രോഡൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരു ഭരണമേധാവിത്വത്തിൻ്റെ അടിയിൽ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളൊരു സാധനം. അതിപ്പം ഒരുപാട് ഡിസ്റ്റോപ്പിയൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നോവലുകൾ വായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഐഡിയ തന്നെയായിരുന്നു മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്സ്, അതായത് ആരാണ് ഭരിക്കുന്നവർ, ആരാണ് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനത്തുള്ളവരാണ്, അതൊക്കെ പിന്നീട് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് എഴുതിയതാണ്. ഇപ്പം മണിയൻ ചിറ്റപ്പൻ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ നായകനാക്കിയിട്ടാണ് മണിയൻ ചിറ്റപ്പൻ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ അനൗൺസ് ചെയ്ത സമയത്ത് ചില ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ചില പോസ്റ്റുകൾ വന്നിരുന്നു. ഒന്ന് ഗഗനചാരിയിൽ മണിയൻ ചിറ്റപ്പനെ പ്ലേസ് ചെയ്യുന്നത്, അതെ, ഒരു സംഭവം പറയുന്നുണ്ട്. ഇപ്പോൾ അത് ആ പടം ഇതാവുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സ്, ഗഗനചാരി യൂണിവേഴ്സിലേക്ക് മണിയൻ ചിറ്റപ്പൻ വരുന്നതായിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം ഇത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറയാൻ പറ്റില്ല, എന്നാൽ പോലും എന്താണ് പടത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്താണ്, എങ്ങനെയൊക്കെയാണ് ആയിരിക്കുന്നത്? അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെയാണ്. പിന്നെ അത് പിന്നീടുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നത് സുരേഷ് ഗോപി സാറിൻ്റെ ഒരു അവൈലബിലിറ്റി തന്നെയാണ്. അദ്ദേഹം അറിയാലോ ഇപ്പം ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. പിന്നെ അദ്ദേഹം കമ്മിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മറ്റ് ചില പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു ഷെഡ്യൂൾ നോക്കി അദ്ദേഹം എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി, അതെല്ലാം ഒരു കീ ഫാക്ടറാണ്. പിന്നീട് കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സമയം വേണം ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നടക്കാനായിട്ടും. അപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് കോൺക്രീറ്റ് ആയിട്ടൊരു ഡേറ്റ് ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല, പക്ഷേ അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെയാണ്, മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനോട് ആഡ് ഓൺ ചെയ്തിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. വിക്ടറിനൊരു സ്പിൻ ഓഫോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ കോമിക് സീരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോൺസെപ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാവാം, തീർച്ചയായിട്ടും. അതൊരു സിനിമാറ്റിക് യൂണിവേഴ്സാണ്, അപ്പോൾ പോസിബിലിറ്റീസ് എൻലെസ് ആണ്. നമുക്ക് വിക്ടറിന് വേണമെങ്കിൽ ഒരു സ്പിൻ ഓഫ് കൊടുക്കാം, ഈ 3 ക്യാരക്ടേഴ്സ്, ഗഗനചാരിക്ക് ഒരു സീക്വലും വരാം, അങ്ങനെ പല പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ട് നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ മണിയൻ ചിറ്റപ്പനാണ് അടുത്ത ഇൻസ്റ്റാൾമെൻ്റായി വരുന്നത്, പിന്നീട് അങ്ങോട്ടുണ്ടാവാം, അത് സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിലേക്ക് വന്നതെന്ന് തോന്നുന്നത്. ഇപ്പം ശിവസാഗിൽ നിന്നൊരു ഡയറക്ടോറിയൽ ഡെപ്റ്റ് എപ്പം പ്രതീക്ഷിക്കാം? അത് തന്നെയാണ്, ലൈക്ക് അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ് ആഗ്രഹം, ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു 1-2 പ്രോജക്റ്റും കൂടി ഒരു റൈറ്ററായി നിൽക്കുക, മറ്റ് ഫിലിം മേക്കേഴ്സുമായിട്ട് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് പഠിക്കുക എന്നാണ് ആഗ്രഹം. എന്നിട്ട് ഒരു ദിവസം ഡയറക്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ, എന്തൊക്കെയാണ് ശിവയുടെ? ഇപ്പോൾ മണിയൻ ചിറ്റപ്പൻ അല്ലാതെ ഞാനിപ്പോൾ കറൻ്റ്ലി ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രോജക്റ്റ് ഒരു സ്പോർട്സ് ബേസ്ഡ്
സറ്റയറാണ്. അതായത് നമ്മുടെ WWE അറിയാമല്ലോ, ഇന്ത്യയിൽ ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന മറ്റൊരു സ്പോർട്ടിങ് ഇവൻ്റാണ്. അപ്പോൾ അതിന് ഒരു ട്രിബ്യൂട്ടായിട്ടുള്ളൊരു സറ്റയറായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് വിഘ്നേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. പുള്ളി നമ്മുടെ ജിഗർദണ്ഡ പേട്ടയുടെയൊക്കെ ക്യാമറമാൻ DOP തിരുസാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം മരക്കാറിലും തിരുസാറായിരുന്നു DOP. അപ്പോൾ അന്ന് മീറ്റ് ചെയ്തതാണ് വിഘ്നേഷ്. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയൊരു ബന്ധത്തെ തുടർന്ന് ഉണ്ടാകുന്നൊരു കൊളാബറേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ചെയ്യുന്ന മറ്റൊരു പ്രോജക്റ്റ് അതാണ്. അപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ്. ഗഗനചാരി പോലെ നിരവധി നല്ല സിനിമകൾ ശിവയുടെ എഴുത്തിലും പിന്നീട് സംവിധാനത്തിലും മലയാളികൾക്ക് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.